നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയൊരു പ്രഹസന നാടകം പോലെയും ആക്ഷൻ ക്രൈം ഡ്രാമ പോലെയും സംസ്ഥാന രാഷ്ട്രീയം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ചേരുവകളുമായിട്ട് നിത്യവും അതിന്റെ വിവാദ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ കലയുടെ പൊടി പറത്തുകയാണ്. സ്വാഭാവികമായിട്ടും കലയിൽ കലഹവും കലാപവും കൂടി ഉണ്ടാവണം, എങ്കിലേ കലയ്ക്കൊരു ജീവൻ ഉണ്ടാവൂ. കലയ്ക്ക് കേവലം കലയ്ക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അത് സമൂഹത്തിനും ജീവിതത്തിനും അധ്വാനവർഗത്തിനും വേണ്ടി കൂടിയാവണം എന്നതും കടന്ന് പുരോഗമനപരമാവണം കല എന്ന ബോധ്യത്തിൽ നിൽക്കുന്നവരാണ് CPIM-ഉം CPI-യും. അതുകൊണ്ട് കലോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം എന്താകണമെന്ന് സൂചിപ്പിച്ചതിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയം പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് ചിലർ വിശേഷിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ എന്താണ്? സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരു ആയുധമാണ് കലയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കല പ്രധാനമാണ്. എന്നാൽ കലയെ മതത്തിൻ്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇന്നുമുണ്ട്. മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുത് എന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുത് എന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ അവർ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അവരുടെ തിട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതിയ തലമുറയിലെ പ്രതിഭകൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെ കലകൾ അവതരിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായിട്ടുള്ളൊരു പുതിയ കാലം പിറവി കൊണ്ടതോടുകൂടിയിട്ട് കലകളുടെ സ്വഭാവത്തിലെല്ലാം കാതലായിട്ടുള്ള മാറ്റം വന്നു. എല്ലാ കലകളും എല്ലാവരുടേതുമാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചു. പക്ഷേ ഓരോ കാലത്തും ഏറ്റവും നല്ല ചില കലാകാരന്മാർക്കും കലാകാരികൾക്കും പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായി വന്ന അവസ്ഥയും മുഖ്യമന്ത്രി എടുത്തു കാണിക്കുകയുണ്ടായി. കലകളുടെ ഈറ്റിലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കലാമണ്ഡലത്തിൽ ചേർന്ന് കഥകളി സംഗീതം പഠിച്ച കലാമണ്ഡലം ഹൈദരാലിയെ കഥകളി സവർണജാതിക്കാരുടെ മാത്രം കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥിതികർ വിലക്കാൻ നോക്കി. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമനസ്ഥനെന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരാലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേക ഇടം ഒരുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഹൈദരാലി സങ്കടത്തോടെ വിവരിച്ച കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ദൈവത്തിൻ്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായിട്ട് കലാമണ്ഡലം ഹൈദരാലി പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാനകത്ത് കയറ്റിയിട്ടുമുണ്ട്. ഈ കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി തന്നെ എടുത്തു പറഞ്ഞിരുന്നു. കലാകാരന്മാരെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായിട്ട് അവരെ കാണുക, കലാകാരികളായിട്ട് അവരെ കാണുക, കലയാണ് അവരുടെ മതം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം പേർ ഏറ്റുപാടിയ മാപ്പിളപ്പാട്ട് നീലക്കുയിൽ എന്ന സിനിമയിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന പാട്ടായിരിക്കും. ഇത് എഴുതിയത് തൃശ്ശൂർ ജില്ലക്കാരനായിട്ടുള്ള P. ഭാസ്കരൻ മാഷാണ്. സംഗീതം നൽകി പാടിയത് K. രാഘവൻ മാഷും ആണ്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ മാത്രം പാടിയിരുന്ന മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള ഗാനത്തെയാണ് മുസ്ലിങ്ങളല്ലാത്ത ഇവർ ജനകീയമാക്കിയത്. സിനിമയിൽ ഏറ്റവും അധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ്. മറ്റ് മതക്കാരുടെ കൂടിയ അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാലമായ മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സംസ്കാര സമ്പന്നരും ആക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ കലോത്സവത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ, രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നു, ഉത്തർപ്രദേശിലും മറ്റും ക്രിസ്മസ് അവധിയെടുത്ത് കളഞ്ഞിരിക്കുന്നു, എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും, സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകി എന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗം കളിയും എല്ലാം എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാട് എന്ന പ്രത്യേകത കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എക്കാലവും നമുക്കത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഈ കലോത്സവ ഉദ്ഘാടന പ്രസംഗം അതിൻ്റെ പുരോഗമനപരമായിട്ടുള്ള വീക്ഷണങ്ങൾ കൊണ്ട് ഇക്കാലത്ത് പ്രസക്തമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനിടയിൽ വന്ന ഒരു സംശയം മാത്രം ഇപ്പോഴും ഉത്തരമില്ലാതെ നിൽക്കുന്നു. ആ സംശയം ഇതാണ്: കഥാപാത്രങ്ങൾക്ക് പോലും സീതയെന്നും ജാനകിയെന്നും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് കണ്ണൂരിലെ പിണറായി എന്ന ഗ്രാമത്തിൽ ജനിച്ച ആർക്കെങ്കിലും, അത് ബാബു ആകട്ടെ, ശശിയാകട്ടെ, ആരാകട്ടെ,
അവർക്ക് സ്വന്തം പേരിൻ്റെ കൂടെ പിണറായി ബാബു എന്നോ പിണറായി ശശി എന്നോ നാടിൻ്റെ പേര് വാലായി ചേർക്കാൻ ധൈര്യമുണ്ടോ എന്നതാണ് ആ സംശയം. പിണറായി ബാബു, പിണറായി ശശി എന്നിങ്ങനെ സ്വന്തം ഗ്രാമത്തിൻ്റെ പേര് ഒരു ഹൃദയ വിശാലതയുടെ പേരിൽ അതിൻ്റെ കൂടെ ചേർത്തിട്ടാൽ, അങ്ങനെ പേരിട്ടാൽ അവരുടെ ഗതി എന്താകും എന്നും ആ ചോദ്യം അങ്ങനെ പമ്മി നിൽക്കുകയാണ്. മറ്റൊരു ചോദ്യം ഇതാണ്: അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചതാര്? ഈ ചോദ്യം ഒരു ക്വിസ് പ്രോഗ്രാമിലെ ചോദ്യമാണ്. അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചതാര്? ഏത് ക്വിസിലെ ചോദ്യമാണ്? സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ക്വിസ് മത്സരങ്ങളിലെ ചോദ്യം. ആ പരിപാടിയുടെ പേരെന്താണ്? ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ്. പ്രധാനമന്ത്രി ആവാസ് യോജന, മോദി കി സംഭാവന എന്നിങ്ങനെ പ്രധാനമന്ത്രിയെ മഹത്വവൽക്കരിക്കാൻ BJP നടത്തുന്ന ഫാസിസ്റ്റ് ശ്രമങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കെ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് എന്ന് പേരിട്ട് ക്വിസ് പ്രോഗ്രാം നടത്തിയിട്ട് അതിൽ സ്വന്തം പേര് തന്നെ ഉത്തരം കിട്ടുന്ന ചോദ്യം ചോദിക്കുന്നത് ഉചിതമാണോ എന്നുള്ള ചോദ്യവും ഒരു ചോദ്യമായി അങ്ങനെ നിൽക്കുന്നു. എല്ലാ ചോദ്യങ്ങളും ധീരതയോടെ പക്ഷപാതരഹിതമായി കലയുടെ മനോഹര ഭാഷയിൽ ആർജവത്തോടെ ചോദിക്കാൻ കൗമാര കലാകാരികൾക്കും കലാകാരന്മാർക്കും ചങ്കുറപ്പുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.